ഹലോ, ഞങ്ങളൊരു യാത്ര, അതായത് 3 ക്ഷേത്രത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതിനൊരു യാത്രേൻ്റെ അവസാനം ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മളെ ഫിലിം ആർട്ടിസ്റ്റ് രചന നാരായണൻകുട്ടി മാമിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, ഫിലിം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞങ്ങളായിട്ട് ഒരുപാട് നേരം വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു, സംസാരിച്ചു. എല്ലാതും വീഡിയോയിലുണ്ട്. ലാസ്റ്റിലേക്ക് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും കേട്ടോ. ഞങ്ങളിതാ യാത്ര പോവുകയാണ്. ഇത് ദാസേട്ടനാണ്, എക്സ് മിലിറ്ററി ആണ്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള 3 ഫാമിലീസ്. അപ്പോൾ ഞങ്ങളിതങ്ങനെ അടിച്ച് പൊളിച്ചിതാ പോയി കൊണ്ടിരിക്കുകയാണ്. രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മളെ കൊടപ്പാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിതാ വണ്ടി മൂവ് ആയിട്ടുള്ളൂ. അപ്പോൾ അതാ ഡ്രൈവർ നല്ല ഉഷാറായിട്ട് സുജിത്ത്. അപ്പോൾ ധ്രുവ് ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കണം. അച്ഛൻ എന്നെ എടുക്കണില്ലേന്ന് ഞാൻ പറഞ്ഞു. പിന്നല്ല, ധ്രുവിനെ എടുത്തതാ ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുക. അപ്പോൾ ഹൈവേയിലൊക്കെ എത്തി. എൻഎച്ചിൻ്റെ ഒക്കെ കണ്ടില്ലേ, എന്താ ഭംഗിയില്ല. റോഡൊക്കെ വീതി കൂടി വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡാണ്, ഒരു രക്ഷയില്ല. അടിപൊളി പറഞ്ഞാൽ അടിപൊളി സ്പീഡിലാണ് പോകുന്നത്. പേടിയാവും കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ യാത്ര നല്ല സുഖമാണ്. ഒരു കുണ്ടും കുഴിയും കാര്യങ്ങളൊന്നുമില്ല. അത്രയും നമ്മൾ വിചാരിച്ചതിനേക്കാളും ടൈമിൽ നമ്മൾ എത്തും. അതാണ് പ്രത്യേകത. അടിച്ചു പൊളിച്ചുള്ള യാത്ര. ഫുഡ് കഴിക്കാൻ കയറി, പിന്നെ പറയാൻ പറ്റില്ലല്ലോ, വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ ഒരു വെജ് ഹോട്ടലിൽ കയറി മസാല ദോശ എല്ലാവരും പറഞ്ഞു, നെയ് റോസ്റ്റും. അതിന് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഒറ്റ പോക്ക് പോയി നേരെ തൃപ്രയാർ എത്തി. അവിടെ എനിക്ക് കുറച്ച് റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്തു. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ മൂവ് ചെയ്യാനുള്ള പരിപാടി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിട്ടോ. അപ്പോൾ ജസ്റ്റ് കവാടം കാണിച്ചു തരാം. അതായത് അമ്പലത്തിൻ്റെ തൃപ്രയാർ ഹരേരാമ കണ്ടോ. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സുഖമായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്തിയ ടൈം ഉച്ച ടൈമായിരുന്നു. അവിടെയാണ് ഞങ്ങൾക്കൊരു ഇതായിപ്പോയത്. ഉച്ച ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഉച്ച ടൈമിലെത്തി. പുറത്തുനിന്ന് ജസ്റ്റ് തൊഴാൻ പറ്റുള്ളൂ. അമ്പലം അടച്ചു കിടക്കായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ പുറത്തുനിന്നൊക്കെ ഒന്ന് തൊഴുതു, ഞാനും മോനും. ബാക്കി എല്ലാവരും മുന്നിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആളുകളവിടെ മീനിൻ്റെ പരിപാടിയുണ്ട്. കുളത്തിലെ മീനൂട്ട്. പക്ഷേ ആ സമയത്ത് മീനൂട്ട് ഇല്ലായിരുന്നു. എല്ലാവരും അതിന് സ്പീഡായി പോയി. ഞങ്ങളിതാ പെട്ടെന്ന് തൊഴുതു. ജസ്റ്റ് ഇറങ്ങിക്കൊണ്ട് വരികയാണ്. ഇതൊക്കെ ഇറങ്ങി ഇവിടെ എത്തി. അമ്പലത്തിന് ചുറ്റി ഒരു വലം വെച്ചു. അതിൻ്റെ അപ്പുറത്ത് കുളമാണ് കേട്ടോ. കുളമല്ല, സോറി, പുഴ. അങ്ങനെ വണ്ടി കുറച്ച് മുന്നോട്ടാണ് ഇട്ടത്. അപ്പോൾ ഞാനും വൈഫും അമ്മ എല്ലാവരും കൂടി ഓടുകയാണ് വണ്ടിയിലേക്ക്. നടന്നിട്ട് വെയ്യാന്ന് പറയാണ്. അങ്ങനെ ഞങ്ങളിതാ പെരിങ്ങോട്ടുകര എത്തി. ഒരു രക്ഷയുമില്ല പറയാൻ. കാരണം നിങ്ങളിത് എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആനേനെ കണ്ടോ? ആനേനെ കണ്ടാൽ തന്നെ അറിയാം. ഞാനൊക്കെ എന്താ വെച്ചാൽ അത്രയും ഒറിജിനാലിറ്റി അത്രയും കണ്ടോ. ജസ്റ്റ് ആ ചെവിയൊക്കെ നോക്കിയാൽ മതി. അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വാക്കുകളില്ല. അങ്ങനെ പെരിങ്ങോട്ടുകരയിൽ ഇപ്പോൾ വീഡിയോ അങ്ങനെ അലൗഡല്ല. കാരണം കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായത് കാരണം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഈ ഭാഗത്ത് നിന്ന് എടുത്ത്, അതിന് കുഴപ്പമില്ല. അവരോട് അനുവാദം ചോദിച്ചിട്ടാണ് എടുത്തത്. പിന്നെ ആളുകളൊക്കെ പോയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ജസ്റ്റ് ഒരു വ്യൂവും കണ്ടോ. ഇതൊക്കെ എന്ത് രസമാണ്. അവിടെ വർക്ക് വേറെ നടന്നുകൊണ്ട് കേട്ടോ. ഇതവിടെ തിരുമേനി താമസിക്കുന്ന സ്ഥലമാണ്. കുട്ടു സഞ്ജയ് അതിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുക, അതിൻ്റെ ഭംഗിയൊന്ന് നോക്കിയാണ് നിങ്ങൾ. അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. അത്രയും ഭംഗിയിലാണ് അത്. ഓരോ ആർട്ടിസ്റ്റിൻ്റെ കഴിവാണ് കണ്ടോ. ലൈറ്റും കാര്യം. ഇത് നൈറ്റ് വരുമ്പോൾ ഇതിനേക്കാൾ സൂപ്പറാണ് കേട്ടോ. പറയാനും ഒരു രക്ഷയില്ല. നൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മാരകം, അങ്ങനെ തന്നെ പറയാം. അത്രയ്ക്കും സൂപ്പറാണ് നൈറ്റ്. അങ്ങനെതാ ജിഷ്ണു മച്ചാൻ, വൈഫ് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പില്ല. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ആവണങ്ങാട്ട് കളരി എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ അടുത്തുണ്ട് വിഷ്ണുമായ ക്ഷേത്രം. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി, ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഒന്ന് കയറാമെന്ന് പറഞ്ഞു. നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് അവിടെ. അപ്പോൾ പുള്ളിക്കാരനൊന്ന് കണ്ടിട്ട് പോകാമെന്നുള്ളതിലായിരുന്നു നിന്ന്. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു വണ്ടി എവിടെയാണ് നിൽക്കുന്നത്, വണ്ടി കുറച്ച് അപ്പുറത്താണ് നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ഞാൻ ഇതൊന്നും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ വർക്ക് ഉണ്ടോ നിങ്ങൾ? എങ്ങനെയുണ്ട് വർക്ക്? എങ്ങനെയുണ്ട് ഇതിൻ്റെ ചുറ്റുള്ള വർക്ക്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. ഓരോ ദൈവങ്ങളെയും അലങ്കരിച്ചിട്ട്. ഇത് നൈറ്റ് പറഞ്ഞു. നൈറ്റ് ഈ ലൈറ്റിൻ്റെ സെറ്റിങ്സൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആവണങ്ങാട്ട് കളരിയിലെത്തി. ഒരു ബ്രോ അവിടെ ചൂണ്ടിട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി ഒരു മീൻ കിട്ടുന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങൾ ഇങ്ങനെ നിന്നു. അപ്പോൾ കുട്ടു സഞ്ജയ് വന്ന്, ബാക്കി എല്ലാവരും വണ്ടി ഇറങ്ങി പതുക്കെ വന്നുകൊണ്ട് നിൽക്കണം. അപ്പോൾ പെട്ടെന്ന് കയറാമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് കൊടുങ്ങല്ലൂർ എത്തണ്ടേ. ഇപ്പോൾ തന്നെ വൈകുന്നേരം കഴിഞ്ഞു. 4 മണി 4:30 ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. 4 മണി ആയിട്ടുണ്ട് ആ ടൈമിൽ. അപ്പോൾ ഞങ്ങളിതാ ഉള്ളിലേക്ക് പോകാനുള്ള പെട്ടെന്ന് ഉള്ളിൽ പോയി തൊഴുതുകൊണ്ട് വരാമെന്നുള്ളൊരു തയ്യാറെടുപ്പിൽ നിന്നായിരുന്നു. അങ്ങനെ
കുളത്തിൽ മീൻ കുറേ നോക്കി, ധ്രുവും അന്നയൊക്കെ ഇതാ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കുറേ നോക്കി. ആൾക്ക് സ്റ്റിക്ക് ഇട്ടിട്ട് കിട്ടിയതേ ഇല്ല. അത് ആവണങ്ങാട്ട് കടലിൻ്റെ എൻട്രൻസ് ആണ്. ഉള്ളിൽ അവിടെയും ക്യാമറ മൊബൈല് അലൗഡ് അല്ല. ജിഷ്ണു മച്ചാൻ ചാടി വന്നിട്ട് ഒരു യോയോ അടിക്കല്ലേ ചെയ്യും, പിന്നല്ല മച്ചാനെന്ന് പറഞ്ഞ് അതിങ്ങനെ അടിച്ചതാ. ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി കൊടുങ്ങല്ലൂർ എൻട്രൻസിൽ ഇതാ എത്തി. കൊടുങ്ങല്ലൂർ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് എത്തി. അപ്പോഴാണ് ഞങ്ങൾക്കൊരു സർപ്രൈസ് കിട്ടിയത്. അവിടുന്ന് ഉള്ളിൽ നിന്ന് തൊഴുത് ഇങ്ങോട്ട് ഇറങ്ങിയ പാട് ഇതാ പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞു നമ്മളെ ഫിലിം ആർട്ടിസ്റ്റ് രചന നാരായണൻകുട്ടി മാം അവിടെ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളോട് എല്ലാവരും പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഞങ്ങൾ മാമിനെ കണ്ടു. ഒരു ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചു, ഒരു വീഡിയോ എടുക്കട്ടെ ചോദിച്ചു, എല്ലാത്തിനും പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ കൊടുങ്ങല്ലൂർ എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അത്രയും കൊടുങ്ങല്ലൂർ ഭരണി, മീനഭരണി എല്ലാവർക്കും അറിയുന്നതാണ്. ആവാനായി ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ടൈമിലാണ്, ഏപ്രിലിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് തോന്നുന്നത്. ഇതപ്പോൾ മാം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാം ആരോടും സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ജസ്റ്റ് അവിടെ നിന്നു. നന്ദുണ്ട്, എല്ലാവരും ഉണ്ട്. കാരണം എല്ലാവരും ഒരു ഫോട്ടോ വീഡിയോ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മാമിൻ്റെ സംസാരം കഴിയട്ടെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുക. ലാസ്റ്റിലേക്ക് കാണണേ മാമിനായിട്ട് ഞങ്ങൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫോട്ടോ എല്ലതും ഉണ്ടായിരുന്നു. മാമോട് അർജൻറ്റായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സൂം ചെയ്ത് ഒരു വീഡിയോ എടുത്താണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങളിത് പെട്ടെന്ന് അമ്പലം പ്രദക്ഷിണം വയ്ക്കാൻ ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അത് നോക്കുമ്പോൾ ഭജന കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഓരോ കവാടത്തിലും. അങ്ങനെ ഞങ്ങളിതാ മൊത്തം കവർ ചെയ്ത് ആ സ്പീഡിൽ ചുറ്റി വരണം. അപ്പോൾ മാം അവിടെ എത്തിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഭജന ഒന്നും കൂടി ഞങ്ങളെ കാണിക്കണം. ഇത്രയും ആസ്വാദനമായിരുന്നു ഭജന. ഇപ്പോൾ അതാ മാമിനെ കണ്ടു. മാമിനെ ഞങ്ങളുടെ കൂടെ അതാ വീഡിയോ എടുക്കാൻ നിന്നു, ഫോട്ടോ എടുക്കാൻ നിന്നു. അത്രയും സന്തോഷത്തിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിട്ട് ഞങ്ങൾ തിരിക്കാൻ നേരത്ത് ഒന്നും കൂടി എൻട്രൻസിൻ്റെ അവിടെ മാം കണ്ടപ്പോൾ വൈഫിന് ഒരു ഫോട്ടോ കൂടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൈയൊക്കെ കൊടുത്തു, സംസാരിച്ചു. പക്ഷെ വളരെയധികം ഹാപ്പി ആയിരുന്നു കേട്ടോ, സത്യം പറയാലോ. ആ യാത്ര മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു. തൃപ്രയാറും അതേപോലെ വെരിങ്ങോട്ടുകരയും പിന്നെ ആവണങ്ങാട്ട് കളരി, കൊടുങ്ങല്ലൂർ എല്ലായിടത്തും കയറി നല്ല അടിപൊളിയായിട്ട് ഭക്തിയോടെ തൊഴാൻ പറ്റി. അതന്നെയല്ല നമ്മുടെ ജീവിതത്തിൽ വലിയത് പ്രാർത്ഥന. നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ അധികം സന്തോഷമായി. പിന്നെ ഞങ്ങൾ നൈറ്റ് തിരിച്ചു വരുമ്പോൾ പിന്നെ വരുന്ന വഴിക്ക് ചമ്രവട്ടത്തു നിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. പിന്നെ ഞാൻ ആ വീഡിയോ ഇടുന്നില്ല, ടൈം എല്ലാവരും ടയേർഡായിരുന്നു. ഇവിടുന്ന് പോയ എൻജോയ്മെൻ്റ് ഒന്നുമില്ല, നല്ലൊരു ടയർഡായി. ആ കുട്ടികളൊക്കെ ആകെ ക്ഷീണിച്ചു. ഒരു 11 മണിയായി ഞങ്ങളിവിടെ എത്തുമ്പോൾ, നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക, അഭിപ്രായം അറിയിക്കുക.